അപ്പോൾ ശരിക്കും ഇത്രയും അധികം ഇംപ്ലിക്കേഷൻസ് ഉള്ള, അതായത് നമ്മൾ അതൊരു ആരോഗ്യ ഡയബറ്റീസോ പ്രഷറോ പോലെ ആദ്യം നമ്മൾ അതൊരു ആരോഗ്യ പ്രശ്നമാണോ എന്ന് തന്നെ ചിന്തിക്കുമല്ലോ. അതെ അതെ. പക്ഷെ വേൾഡ് ഹെൽത്ത് ഡേ ഓർഗനൈസേഷൻ തന്നെ ഇതിനൊരു തീം ആക്കണമെങ്കിൽ അത് എത്രത്തോളം ഒരുപാട് പേർക്ക് ഇത്തരം പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നതുകൊണ്ടായിരിക്കും. അതെ അതെ. ലോകാരോഗ്യ സംഘടന ഈ ഒരു വേൾഡ് ഹെൽത്ത് ഡേ കൊണ്ടുവരുമ്പോൾ തന്നെ ഏറ്റവും പ്രചാരമുള്ള, ഏറ്റവും അധികം ആൾക്കാർ വിഷമം അനുഭവിക്കുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ്, ആ രോഗത്തെ കുറിച്ചാണ് അവയർനെസ് ക്ലാസ്സുകൾ കൊടുക്കുക, അതിലെ പ്രതിവിധികൾ എന്തൊക്കെയാണെന്ന് പറയുക. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനാണ് ഇങ്ങനെ ഒരു ദിവസം കൊണ്ടുവന്നേക്കുന്നത്. പക്ഷേ അപ്പൊ അതിലേറ്റവും കോമൺ ആയിട്ടുള്ള ഒരു ഡിസീസാണ് അവരെടുക്കുന്നത്. അതെ അതെ അതെ. പക്ഷേ എന്താണ്, വീണയുടെ മുന്നിൽ ഒരാളിരുന്ന് കരഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ ഈ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓക്കെ അയാൾക്ക് സ്പേസ് കൊടുക്കണോ, അയാളെ കരയാൻ വിടണോ, ഞാൻ അയാളുടെ അടുത്ത് എന്തിനാണ്, നമുക്കൊരു പരിചയമില്ലാത്ത ഒരാൾ, നമ്മുടെ ഓഫീസിലുള്ള ഒരാൾ എന്ന രീതിയിൽ വലിയ പേഴ്സണൽ ലെവലിലുള്ള ഇൻട്രാക്ഷൻ ഇല്ലാത്ത ഒരാൾ, ഇയാൾ വീണ വാഷ്റൂമിലേക്ക് പോകുന്നു. വാഷ്റൂമിൽ നോക്കുമ്പോൾ ആ കുട്ടി നിന്ന് കരയുന്നു, കണ്ണാടി നോക്കി നിന്ന് കരയാണ്. അപ്പോൾ അയാളെ കരയാൻ വിടണോ, അയാളുടെ സ്പേസിലേക്ക് ഇൻട്രൂഡ് ചെയ്യണോ? കാരണം നമ്മൾ ശരിയല്ലല്ലോ. അതൊരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. അയാളുടെ കാര്യങ്ങളിലേക്ക്, അതും ഇത്രയും പേഴ്സണൽ കാര്യങ്ങളിലേക്ക് കടന്ന് ചെല്ലേണ്ടതുണ്ടോ എന്നുള്ള. അതെ. ഇപ്പം നമ്മൾ ഇനി അഥവാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡിപ്രഷനുള്ള ആൾക്കാർ എങ്ങനെയായിരിക്കും നമ്മളെ ശരിക്കും പുറന്തള്ളുകയായിരിക്കും, അങ്ങനെ തന്നെയായിരിക്കും റിയാക്ട് ചെയ്യുക. അത് നമുക്കൊരു ഇൻസൾട്ട് ആയിരിക്കും. ഡിപ്രഷൻ ഉണ്ടോ, നിങ്ങൾ സംസാരിക്കണം, നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് നിങ്ങൾ പുറത്തേക്ക് വിടണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിൽ നിന്നൊരു പ്രതിവിധി ഉള്ളൂ ഇത്തരം കാര്യങ്ങളൊക്കെ പരമാവധി മറ്റുള്ളവരുമായിട്ട് സംസാരിക്കാനും നമ്മളെ സ്വയം സന്തോഷമാക്കി വെക്കാൻ ശ്രമിക്കുക, അല്ലേ? അതെ. അടുത്ത സെഗ്മെന്റ് കണ്ടിട്ട് വന്നാലും തീർച്ചയായിട്ടും. അടുത്ത സെഗ്മെന്റ് പ്രണവം. നമസ്കാരം. പ്രണവത്തിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് പ്രശസ്ത ജ്യോതിഷാചാര്യൻ ശ്രീ സുഭാഷ് തന്ത്രികളാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സർ. സർ, ഇന്ന് സംശയമുള്ളതെന്ന് വെച്ചാൽ രാശി നോക്കുന്നതിന് അതിന് പ്രത്യേക സമയക്രമമുണ്ടോ, അല്ലെങ്കിൽ ചില ദിവസങ്ങളിൽ രാശി നോക്കാൻ പാടില്ല എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയുണ്ടോ, അല്ലെങ്കിൽ ഇന്ന ദിവസങ്ങളിലേ നോക്കാൻ പാടുള്ളൂ എന്നുള്ളതുണ്ടോ? അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമാക്കാമോ? ഇത് എൻ്റെ പല പ്രേക്ഷകർക്കുള്ളൊരു സംശയമാണ്. പ്രേക്ഷകർക്ക് മാത്രമല്ല, നമ്മുടെ അടുത്ത് വരുന്നവർക്കുള്ളൊരു സംശയമാണ്. എന്താണെന്ന് വെച്ചാൽ, പലരും ശനിയാഴ്ച ദിവസങ്ങളിൽ രാശി നോക്കാൻ പോവില്ല. ശനിയാഴ്ച, കാരണം ശനി കൊള്ളരുതാത്തവനാണ്. അതുകൊണ്ടാണ് ഈ ശനിയാഴ്ച ദിവസം നോക്കാത്തത്. പിന്നെ ചിലർ കറുത്ത വാവിൻ്റെ അന്ന് രാശി നോക്കാൻ പറ്റില്ല. പിന്നെ ചിലർക്ക് ബുധനാഴ്ച ദിവസങ്ങളിൽ രാശി നോക്കാൻ പോവില്ല. പിന്നെ ചിലർക്ക് ഉച്ചയ്ക്ക് ശേഷം, അതായത് സൂര്യൻ മറഞ്ഞതിന് ശേഷം രാശി നോക്കില്ല. ചിലർക്ക് രാത്രി രാശി നോക്കില്ല. അങ്ങനെയൊക്കെ നമ്മളുടെ അടുത്ത് ഒത്തിരി പേര്, കാരണം നമ്മളിപ്പോൾ ഈ കൺസൾട്ടേഷൻ എല്ലാം കൊടുക്കുന്നത് സമയം ക്രമീകരിച്ച് ദിവസങ്ങളൊക്കെ നോക്കിയിട്ടാണ്, നമ്മുടെ ഒഴിവൊക്കെ നോക്കിയിട്ടാണ് കൺസൾട്ടേഷൻ കൊടുക്കുന്നത്. അപ്പോൾ ചിലർക്ക് നമ്മൾ അങ്ങോട്ട് ദിവസം പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ അവർ തിരിച്ചിങ്ങോട്ട് പറയുന്ന ചോദ്യങ്ങളാണ്. ഇത് തന്നെ ഒരു വിദ്വാൻ ഇരുന്നിട്ട് ജ്യോതിഷം എല്ലാം തട്ടിപ്പണ്ട്, ജ്യോത്സ്യന്മാരെല്ലാം കള്ളന്മാരാണ് അങ്ങനെ പറയുന്ന ഒരു വിദ്വാൻ നിത്യ ജ്യോതിഷ ആൾ പറയുന്നുണ്ട്. അതായത് നിത്യജ്യോതിഷം എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ തട്ടിപ്പ്. നിത്യജ്യോതിഷം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന് അശ്വതി ഭരണി കാർത്തിക കാല് ചേർന്ന മേടക്കൂറുകാർക്ക് ഇന്ന് ഇങ്ങനെ സംഭവിക്കും. നിങ്ങൾ റോട്ടിൽ കൂടെ പോകുമ്പോൾ കൂട്ടുകാരനെ കണ്ടാൽ അവൻ്റെ നേരെ നോക്കണ്ട, കാരണം അവൻ നിങ്ങളെ ഉപദ്രവിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള ജ്യോതിഷമാണ് ഈ നിത്യജ്യോതിഷം എന്ന് പറയുന്നത്. പിന്നെ ഓഫീസിൽ ചെന്ന കൂടുതൽ പരാക്രമം കാണിക്കും, മേലുദ്യോഗസ്ഥൻ വഴക്ക് പറയും. അപ്പോൾ ശരിക്കും എന്താ സംഭവിക്കുക, നിങ്ങളിതും കേട്ടാണ് ഈ ഓഫീസിലേക്ക് ചെല്ലുന്നതെങ്കിൽ ചിലപ്പോൾ മേലുദ്യോഗസ്ഥൻ വളരെ ഹാപ്പിയിലായിരിക്കും നിങ്ങളുടെ അടുത്തേക്ക് പെരുമാറാൻ വരുന്നത്. പക്ഷെ നിങ്ങളുടെ മനസ്സിൽ നിൽക്കായിരിക്കും, ഇന്ന് ഇങ്ങേര് ദേഷ്യപ്പെടുന്ന ദിവസമാണ്, അതുകൊണ്ട് എന്തൊക്കെ സംഭവിക്കും, ആ ഒരു മുൻവിധിയോടുകൂടി തന്നെയായിരിക്കും നമ്മളിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം പൂർണ്ണമായ അന്ധവിശ്വാസങ്ങളാണ്. കാരണം ഇത് ജ്യോതിഷം തട്ടിപ്പ് എന്ന് പറയുന്ന ആൾ തന്നെയാണ് ഈ ആവശ്യമില്ലാത്ത ആദി ജനങ്ങളുടെ മനസ്സിലേക്ക് കോരിയിട്ടിട്ടാണ് ഇദ്ദേഹം തുടങ്ങുന്നത്. പിന്നെ അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ലെറ്റർ പാഡ് എൻ്റെ അടുത്ത് ചാർത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട് ശനിയാഴ്ച ദിവസം നോക്കില്ല. അപ്പോൾ ജ്യോതിഷം എല്ലാം തട്ടിപ്പാണ്, പൂജ എല്ലാം തട്ടിപ്പാണ്. അപ്പോൾ പിന്നെ ഈ അന്ധവിശ്വാസത്തിനെതിരെ പ്രതികരിക്കുന്ന ഒരാളുമാണ്. പിന്നെ എന്തുകൊണ്ട് ഈ ജ്യോതിഷ സംബന്ധമായ ഈ അന്ധവിശ്വാസം ഈ ശനിയാഴ്ച അദ്ദേഹം പിന്തുടരുന്നു, അതേപോലെ നിത്യ ജ്യോതിഷം എന്നുള്ള അന്ധവിശ്വാസം പിന്തുടരുന്നു, എന്നിട്ട് മറ്റുള്ളവർക്ക് അഡ്വൈസ് കൊടുക്കുന്നു. അപ്പോൾ ഈ അഡ്വൈസ് എല്ലാം ജനം ഉൾക്കൊള്ളുന്നു. അപ്പോൾ അതിൽ തന്നെ എല്ലാം കിടക്കുന്നുണ്ട്. അതായത് എല്ലാവരും കള്ളന്മാരാണ്, ഞാൻ മാത്രം വിശുദ്ധനുള്ളൂ. പക്ഷെ ഞാൻ പറയുന്നത് മുഴുവൻ പൊട്ടത്തെറ്റുമായിരിക്കും. ഞാൻ അതേപോലെ തന്നെ ജ്യോതിഷത്തിലെ അന്ധവിശ്വാസങ്ങളെ പിന്തുടരുള്ളൂ. അപ്പോൾ ആ പറയുന്നത് കേൾക്കാൻ നടക്കുന്ന ജനത്തിനോട് നമുക്ക് സാധാരണ തന്നെയുള്ളൂ, ഒന്നും പറയാനില്ല. അപ്പോൾ ഇതിൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് ഈ പറയുന്നത് 7 ദിവസമാണുള്ളത്, അതാണ് ആഴ്ചകൾ. ഈ 7 ദിവസങ്ങൾക്കും ഒരു പ്രാധാന്യവും ഇല്ല എന്നുള്ളൊരു കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അതായത് ഏത് ദിവസം വേണമെങ്കിലും നമുക്ക്
രാശി വെച്ച് നോക്കാം. അതിന് ശനിയാഴ്ച എന്നില്ല, കറുത്തവാവുന്നില്ല, ഏത് ദിവസം വേണമെങ്കിലും നോക്കാം, ഏത് സമയത്തും. അതായത് നമ്മളൊക്കെ രാശി നോക്കുന്നത് കൺസൾട്ടേഷനൊക്കെ ഒത്തിരി വൈകി, കാരണം അരമണിക്കൂറാണ് കൊടുക്കുന്നതെങ്കിൽ പോലും ചില അകലങ്ങളിൽ നിന്ന് വന്നിരിക്കുന്നവർ അരമണിക്കൂർ കുറച്ചും കൂടി ഒന്ന് മിസ്യൂസ് ചെയ്ത് സമയം കളയുമ്പോൾ പിന്നിലേക്ക് അങ്ങനെ വൈകി വരുമ്പോൾ ഈ രാശി നോട്ടൊക്കെ ചിലപ്പോൾ രാത്രി 11:30 വരെയൊക്കെ ഇരിക്കേണ്ടി വരും. 11:30 ശേഷം തെളിയാഞ്ഞിട്ടൊന്നുമല്ല, നമുക്ക് തീരെ ഉറക്കം വയ്യ, ഇരിക്കാൻ പറ്റില്ല. ആ ഒരു സ്റ്റേജിലേക്ക് വരുന്നത് കൊണ്ടാണ് നമ്മൾ വീണ്ടും അടുത്തൊരു സമയം കൊടുക്കാത്തത്. അല്ലാതെ രാശി നോക്കുന്നതിന് അങ്ങനെ പ്രത്യേകിച്ച് കാലചക്രമോ സമയമോ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ തിരിച്ചുള്ളൊരു ചോദ്യമാണ്, ഈ ആവാഹനമെല്ലാം ഏത് വില്ലാതി വീരനായാലും ആവാഹനം എല്ലാം കൂടുതൽ നടക്കുന്നത് രാത്രി കാലങ്ങളിലാണ്. ഈ രാത്രി കാലങ്ങളിൽ ആവാഹിച്ച് കഴിയുമ്പോൾ ഈ ബാധയെല്ലാം പോന്നോ എന്ന് നോക്കുന്നത് രാശി വെച്ചിട്ട് തന്നെയാണ്. അപ്പൊ പിന്നെ ആ സമയത്ത് തെളിയുന്ന രാശി എന്തുകൊണ്ട് ഒരു മനുഷ്യന്റെ പ്രശ്നം ചിന്തിക്കുമ്പോൾ തെളിയില്ല? അതാണ് യുക്തി. അപ്പൊ നമ്മൾ തിരിച്ചു ചോദിക്കാനുള്ള ഒരു ചോദ്യം അത് തന്നെയാണ്. സൂര്യൻ മറഞ്ഞു, ചന്ദ്രൻ വന്നു, ആര് വന്നാലും കഴിവുള്ള ആചാര്യൻ ഏത് സമയത്ത് വേണമെങ്കിലും നോക്കിയിട്ട് പറയും. അപ്പം നമ്മളെല്ലാവരും ഈ ജ്യോതിഷത്തിലേക്കൊക്കെ വരുന്നത് തന്നെ നമുക്ക് ജീവിതത്തിലെ പ്രശ്നങ്ങൾ അതിജീവിക്കാൻ കഴിയാതെ വരുമ്പോഴാണ്, അത്ര കണ്ട് വയ്യാണ്ട് വരുമ്പോഴാണ് ആചാര്യൻ്റെ അടുത്ത് വരുന്നത്. അപ്പോൾ ആചാര്യൻ പറയാണ്, നിങ്ങൾ പോയിട്ട് ശനിയാഴ്ചയാണ് ഇന്ന്, അതുകൊണ്ട് പറ്റില്ല, കറുത്തവാവണ് നോക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ആചാര്യന് അറിവില്ല എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതായത് ആചാര്യൻ പഠിച്ചു വന്ന അറിവ് കുറവാണ്. കാരണം ഇപ്പം ഞങ്ങൾ കഴിഞ്ഞൊരു ദിവസം കൺസൾട്ടേഷൻ കൊടുത്തു, ഞായറാഴ്ചയായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ആ കൺസൾട്ടേഷൻ കിട്ടിയവർ വിളിച്ച് 2-3 പേര് വിളിച്ചു പറഞ്ഞു, അയ്യോ ഞങ്ങൾക്ക് കറുത്തവാവായതുകൊണ്ട് ഇന്ന് വേണ്ട. കാരണം അവരുടെ മുൻവിധിയാണ്, കറുത്തവാവിൽ തെളിയില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്ക് അങ്ങനെ കറുത്തവാവ് വെളുത്തവാവെന്ന് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഇതില്ല. ജ്യോതിഷം നോക്കുന്നതിന് ദിവസങ്ങളോ കാലങ്ങളൊന്നുമില്ല. പക്ഷെ പൂജാപരിഹാരം ചെയ്യുമ്പോൾ ഈ കറുത്തവാവ് നമ്മൾ എടുക്കില്ല. കാരണം കറുത്തവാവിൻ്റെ അന്ന് ദേവതാ ചൈതന്യത്തിന് ബലം ഉണ്ടാവില്ല. അതുകൊണ്ടാണ്. അപ്പോൾ കൃത്യമായ കാരണമുണ്ട്. കറുത്തവാവിൻ്റെ അന്ന് പൂജ ചെയ്തു കഴിഞ്ഞാൽ ആ പൂജ ഫെയിലാവും. കറുത്തവാവ് പിതൃക്കൾക്കുള്ളതാണ്, അത് ബലികർമാദികൾക്കുള്ളതാണ്. പിന്നെ ക്ഷുദ്രകർമ്മം ചെയ്യുന്നതിനും ഏറ്റവും നല്ലതായിരിക്കും കറുത്തവാവ്. അതാണ് ഈ ഭദ്രകാളിക്ക് കോഴിയെ കറുത്തൊക്കെ കൊടുക്കുന്നതിൻ്റെ കാരണം. അപ്പം അങ്ങനെയുള്ള ക്ഷുദ്രപ്രയോഗങ്ങൾ മാത്രമേ, അതേപോലെയാണ് ഈ മുമ്പ് പറഞ്ഞ പോലെ ചാത്തൻ ദേവതാ സങ്കല്പങ്ങളിലെല്ലാം കറുത്തവാവിന് പ്രാധാന്യമുണ്ട്. കാരണം അവിടെയെല്ലാം ക്ഷുദ്രപ്രയോഗമാണ് നടക്കുന്നത്. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം കറുത്തവാവിന് പ്രാധാന്യം ഉണ്ടാവും. അല്ലാതെ ആവാഹന പൂജ എല്ലാം നടക്കുമ്പോൾ കറുത്തവാവിന് യാതൊരു പ്രാധാന്യമില്ല. നമ്മൾ രാശി വെച്ച് നോക്കുന്നതിന് രാത്രിയെന്നോ പകലെന്നോ സൂര്യൻ മറഞ്ഞു എന്നൊന്നും ഒരു കണക്കില്ല. ഇപ്പം നമ്മളുടെ അടുത്തൊക്കെ വന്ന് പലരും ഈ പ്രശ്നമൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മൾ അവരോട് കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കും, ഇന്നമാതിരി സംഭവം ഉണ്ടായിട്ടുണ്ട്, ഇതില്ലെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ഞങ്ങൾ ഒരുപാട് ആചാര്യന്മാരുടെ അടുത്തൊക്കെ പോയി, പക്ഷെ അവരൊന്നും ഇതേവരെ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. ഇവിടുന്ന് ആദ്യമായിട്ടൊരു അറിവാണ് കേൾക്കുന്നത്. അപ്പോൾ ഈ അറിവ് എങ്ങനെ വരുന്നത്? അപ്പോൾ നമുക്ക് രാശി തെളിയാഞ്ഞിട്ടാണോ പറഞ്ഞത്? നമ്മളുടെ അടുത്ത് ആര് വന്നാലും നമുക്ക് ആരോടും നടക്കുന്നൊരു പ്രശ്നമില്ല. അതിന് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പലർക്കും ആരോടും തടുത്തേക്കാണ്. അതുകൊണ്ട് നിങ്ങൾ പോയിട്ട്, എൻ്റെ അടുത്ത് ഒരാൾ വന്നപ്പോൾ പറഞ്ഞത് അദ്ദേഹത്തിന് ആരൂഢം തടുത്തു, ധർമ്മദേവതനെ കണ്ടെത്താൻ പോയതാണ്, ആരൂഢം തടുത്തു. അതുകൊണ്ട് ആരൂഢം തടുക്കുക എന്ന് പറഞ്ഞൊരു പ്രയോഗം തന്നെയാണ്. ആരൂഢം തടുത്തു. അതുകൊണ്ട് 9 മാസം അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ നിങ്ങൾ അതിൻ്റെ കർമ്മമൊക്കെ ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ കണ്ടെത്താൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളുടെ പ്രോഗ്രാം കണ്ട് നമ്മളുടെ അടുത്ത് വന്നു. നമ്മൾ ആ ആൾ വന്ന അന്ന് തന്നെ ധർമ്മദേവതനെ കാണിച്ചു കൊടുത്തു. അപ്പോൾ ആൾ ഞെട്ടിപ്പോയി. ഇത്രയും വർഷമായിട്ട് ഒരുപാട് ആചാര്യന്മാരുടെ അടുത്ത് ഇതേവരെ ധർമ്മദേവത അറിയില്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആരൂഢം തടുക്കലും ഇല്ല, ധർമ്മദേവതനെ കണ്ടെത്തുന്നതിന് 9 മാസത്തെ പൂജാപരിഹാരം ഒന്നുമില്ല. നേരെ വരണു, ധർമ്മദേവതനെ കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ ആൾക്കൊരു മിറക്കൽ പോലെയാണ് കണ്ടത്. അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ചാൽ, ആരൂഢം തടുക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ ആചാര്യന്മാർ പഠിപ്പിക്കുമ്പോൾ ഉള്ള ഒരു കീർത്തനം തന്നെയാണ്. ആരൂഢഞ്ച ധനം ഷഷ്ടം അഷ്ടമം വ്യയവും വന്നാൽ ആരൂഢത്തെ തടുത്തിടും പറഞ്ഞാൽ ബാധ തിരിയൂല. അങ്ങനെയാണ് പ്രമാണം. അപ്പോൾ അത് വെച്ചിട്ടാണ് ഈ പറയുന്നത്. ആരൂഢത്തിൻ്റെ 2 ആരൂഢഞ്ച ധനം ഷഷ്ടം, ധനം എന്നാൽ 2 6 8 12 ഉദയത്തിൻ്റെ 2 6 8 12 ആരൂഢം വന്നു കഴിഞ്ഞാൽ അതാണ് ആരൂഢം തടുത്ത പ്രശ്നം. ആരൂഢഞ്ച ധനം ഷഷ്ടം അഷ്ടമം വ്യയവും വന്നാൽ, അതായത് ഉദയത്തിൻ്റെ 2 6 8 12 ഭാവങ്ങളിൽ ആരൂഢം വന്നു കഴിഞ്ഞാൽ ആരൂഢം തടുത്ത പ്രശ്നമാണ്, പറയാൻ പറ്റില്ല എന്നാണ് ആചാര്യമതം. അതുകൊണ്ടാണ് പല ആചാര്യന്മാരും അത് പറയില്ല, ആരൂഢം തടുത്താക്കാണ് പോയിട്ട് വരൂ എന്ന് പറയുന്നതിൻ്റെ കാരണം. നമുക്കങ്ങനെ ആരൂഢം നടക്കുന്നൊരു പ്രശ്നമില്ല. നമ്മൾ ഇതിനു മുമ്പ് നമ്മുടെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അതിനു മുമ്പ് തന്നെ അതിനുള്ള മന്ത്രങ്ങളുണ്ട്. ആ മന്ത്രം ഉപയോഗിച്ചിട്ട് തന്നെയാണ് തുടങ്ങുന്നത്. നമ്മൾ ആരൂഢ രാശി തടുക്കാതിരിക്കുന്നതിന് മന്ത്രം ഉപയോഗിക്കുന്നുണ്ട്. കമലവദന മോഹിനി സാക്ഷാൽ സൂക്ഷ്മസ്വരൂപിണി എന്ന് പറഞ്ഞിട്ടുള്ള ദേവീ മന്ത്രം ഉപയോഗിച്ച് അതിനുള്ള കവടിയെല്ലാം വെച്ചതിന് ശേഷമാണ് നമ്മൾ ഈ രാശി ചക്രത്തിലേക്ക് വരുള്ളൂ. അപ്പോൾ തന്നെ നമുക്ക് അങ്ങനെ ആരൂഢം തടുക്കുക എന്നുള്ള ഒരു പ്രശ്നം പോലും നമ്മുടെ അടുത്തില്ല. നമുക്കങ്ങനെ നേരം കാലമൊന്നുമില്ല. നമ്മളുടെ ആചാര്യൻ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. നമുക്കിപ്പോൾ ആചാര്യൻ ആരംഭിച്ചു കഴിഞ്ഞാൽ നിർത്തുന്നത് കസ്റ്റമേഴ്സ് തീരുമ്പോൾ നിർത്തും. അതേപോലെ തന്നെ പരിഹാരം ചെയ്ത് കൊടുത്തിട്ട് ഫെയിലർ ആവുന്നില്ല. അപ്പോൾ പിന്നെ ഈ പറയുന്നതിൽ എന്തെങ്കിലും ഒരു സത്യമുണ്ടോ?
അപ്പം ഇതെല്ലാം യുക്തി മാത്രം പറഞ്ഞാൽ പോരാ, യുക്തിക്ക് അനുസരിച്ച് ജീവിക്കാൻ കൂടി വേണം. ശനിയാഴ്ച ദിവസം നോക്കില്ല എന്ന് പറയുമ്പോൾ മറ്റുള്ള ഇതെല്ലാം യുക്തിയിലേക്ക് പോകണം. ശനിയാഴ്ച അന്ധവിശ്വാസത്തോടെ പിന്നാലെ വന്നു കഴിഞ്ഞു. അതേപോലെ ഞങ്ങൾ ബുധനാഴ്ച ദിവസമാണ് നമ്മുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പലരും വിളിച്ചിട്ട് ചോദിക്കുന്നത്, നിങ്ങൾ മറ്റുള്ളവർക്ക് നിഷിദ്ധമായ ദിവസം മാത്രം ഉപയോഗിക്കുന്നു വല്ല നിർബന്ധമുണ്ടോയെന്ന്. അപ്പോൾ നമ്മൾ തിരിച്ചു ചോദിക്കുന്നത്, മറ്റുള്ളവർ സത്യം എന്ന് പറയുന്നതെല്ലാം നിഷിദ്ധം, തെറ്റ് എന്ന് പറയുന്നതെല്ലാം സത്യമാണെന്ന് കാണിക്കുന്നതിന് ഞങ്ങളുടെ ഉത്തരവാദിത്തം. അതുകൊണ്ട് ഞങ്ങൾ ബുധനാഴ്ച ദിവസം തന്നെ പരമാവധി ബുധനാഴ്ച ദിവസം, ശനിയാഴ്ച ദിവസം ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ തന്നെ കൂടുതലും ഞങ്ങൾ കൺസൾട്ടേഷൻ കൊടുക്കുകയുള്ളൂ. അതേപോലെ പൂജാ വിധികളെല്ലാം വരുന്നത് ദിവസം നോക്കിയിട്ടൊന്നുമല്ല. ഇപ്പോൾ ശനിയാഴ്ച പൂജ എടുക്കും, ബുധനാഴ്ച പൂജ എടുക്കും. നമ്മൾ നോക്കുന്നത് ഈ യമരുദ്രാഹി മുപ്പൂരം അങ്ങനെയുള്ള നക്ഷത്രങ്ങൾ, അതായത് പിണ്ടനൂൽ നക്ഷത്രങ്ങളിലൊന്നും ഞങ്ങൾ പൂജാപരിഹാരം ചെയ്തു കൊടുക്കില്ല. അതെല്ലാം ഫെയിലർ ആയിരിക്കും. അപ്പോൾ നമുക്കവിടെ വ്യക്തമായ കാരണമുണ്ട്. നമ്മളെല്ലാം കൃത്യമായ തിരിച്ചറിവോടുകൂടി തന്നെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടത് വിജയമാണ്, റിസൾട്ട് വേണം. റിസൾട്ട് കിട്ടണമെങ്കിൽ അതിനുള്ള ഉപാധികളെല്ലാം നമ്മുടെ ആചാര്യൻ നമ്മളെ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് ഇതിനെക്കുറിച്ച് വിഷമിക്കേണ്ട യാതൊരു കാര്യമില്ല. നമ്മളതിലേക്ക് വരികയാണെങ്കിൽ, ആവതില്ലാതെ ചിന്തിച്ചു ഖേദിച്ചു ചാവതീനെന്തവകാശം കവികളെ. അതായത് സീതാന്വേഷണ സമയത്ത് ജടായു രാവണനെ തടുക്കാൻ നോക്കിയപ്പോൾ രാവണൻ ചന്ദ്രഹാസം കൊണ്ട് ജടായുവിൻ്റെ 2 ചിറകും വെട്ടി രാമൻ്റെ വരവും കാത്ത് ജടായു ഇങ്ങനെ കിടക്കുകയാണ്. കാരണം രാമൻ വന്നാൽ മാത്രമേ ജടായുവിന് മോക്ഷം ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഭഗവാൻ വന്നിട്ട് ഈ രാവണൻ സീതയെ ഇങ്ങനെ ഈ ദിക്കിലേക്കാണ് തട്ടിക്കൊണ്ടുപോയത്, ലങ്കയിലേക്കാണ്, അത് പറഞ്ഞു കഴിഞ്ഞാലാണ് ജടായുവിന് മോക്ഷം കിട്ടുക, അതായത് മരിക്കുള്ളൂ. അങ്ങനെ കാത്തു കിടക്കുന്ന സമയത്താണ് സുഗ്രീവനും ഹനുമാനും എല്ലാം ചേരുന്ന വാനര സഖ്യം അന്വേഷിച്ച് ഇവിടെ എത്തിയിരിക്കുകയാണ്. അപ്പം അങ്ങനെ ജടായു പറയാണ് രാവണനാണ് കൊണ്ടുപോയിരിക്കുന്നത്, അതുകൊണ്ട് അവൻ്റെ അടുത്ത് പോയി കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ സീതാദേവിയെ കൊണ്ടുവരാം. അങ്ങനെ പറയുന്ന സമയത്ത് വാനരന്മാർ പറയാണ്, നമുക്ക് ചാടിക്കടന്ന് ലങ്കയിലെത്തിയിട്ട് രാവണൻ്റെ 10 തലയും വെട്ടി ദേവിനെ കൊണ്ട് വരാം, നമുക്കിപ്പോൾ തന്നെ പുറപ്പെടാമെന്ന് പറയുമ്പോഴാണ് ഈ ജടായു പറയുന്നത്, ആവതില്ലാത്തത് ചിന്തിച്ചു ഖേദിച്ചു ചാവതീനെന്തവകാശം കവികളെ. അതായത് നിങ്ങളെ കൊണ്ട് കഴിയാത്തൊരു കാര്യത്തെക്കുറിച്ച് നിങ്ങളിതിനെക്കുറിച്ച് ആലോചിച്ച് തലമുണ്ടാക്കി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ രാവണൻ വാലുമ പിടിച്ച് നിലത്തടിച്ച് കൊല്ലും. അതിൻ്റെ യഥാർത്ഥ അവകാശി ആരാണോ അതാണ് രാമൻ. അപ്പോൾ ശ്രീരാമചന്ദ്രൻ്റെ വരവും കാത്താണ് ഞാൻ കിടക്കുന്നത്. ഞാൻ ഇത്രയും മല പോലെയുള്ള എന്നെ കൊണ്ട് ഇത് അടുക്കാൻ പറ്റില്ല. എന്നിട്ട് അപ്പോൾ പിന്നെ നിങ്ങൾ ഈ വാനരന്മാരവിടെ ചെന്ന് ഈ രാവണൻ്റെ അടി കൊണ്ട് ചാവാൻ വേണ്ടിയിട്ട് ഇതിനെക്കുറിച്ച് ചിന്തിച്ച് തലമുണ്ടാക്കണ്ട. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ഏത് സമയത്താണോ എഴുന്നള്ളി വരുന്നത് ആ സമയത്തെ ഇത് സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് അറിഞ്ഞിട്ട് വേണം മുന്നോട്ട് പോകണമെങ്കിൽ ഇന്ന് ജടായു ഉപദേശിക്കുകയാണ്. ഇത് തന്നെയാണ് ഈ കീർത്തനം മാത്രമാണ് ഈ രാമായണത്തിൽ രാമായണം എന്നുള്ള 4 അക്ഷരം വരാതെ ഉള്ള ഒരു കീർത്തനമാണ്. ആവതില്ലാത്തതു ചിന്തിച്ചു ഖേദിച്ചു ചാവതീനെന്തവകാശം കവികളെ. കവികളെ എന്ന് വെച്ചാൽ കുരങ്ങന്മാരെ. നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ആലോചിച്ച് തല പുണ്ണാക്കണ്ട. അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ രാവണൻ എല്ലാത്തിൻ്റെ വാൽമ പിടിച്ച് നിലത്തടിച്ച് കൊല്ലും, അതിലേക്ക് പോകണ്ട എന്ന് ജടായു ഉപദേശിക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ വേണ്ടാത്ത അന്ധവിശ്വാസത്തിൻ്റെ പിന്നാലെ പോകണ്ട. കറുത്ത വാവിൻ്റെ അന്നാണ് നമ്മുടെ അടുത്തേക്ക് പ്രശ്നം നോക്കാൻ വരുന്നതെങ്കിൽ നമുക്കറിയാം അവർക്ക് ഒന്നുകിൽ കളവ് പ്രശ്നം അല്ലെങ്കിൽ സ്ത്രീ വിഷയം ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ചിന്തിക്കാനുള്ളത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്കറിയാം ആ ദിവസം എന്ത് സംഭവിക്കും. കറുത്ത വാവിനും അതിൻ്റെ തലേ ദിവസവും കഴിഞ്ഞിട്ടുള്ള ദിവസവും വരുന്ന പ്രശ്നങ്ങളെല്ലാം ഇങ്ങനെയായിരിക്കും. അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങൾ ഓരോരുത്തർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൻ്റെ കൃത്യമായ മുൻവിധിയും ധാരണയോടുകൂടി തന്നെയാണ് ജനങ്ങളിലേക്ക് ഒരു ഉപദേശം പാസ് ചെയ്യുന്നത്. അല്ലാതെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഉപദേശവും ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തിൽ നിന്ന് ഒരിക്കലും പാസ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കില്ല. ഏതായാലും പ്രണവത്തിന്റെ സമയപരിധി പൂർത്തിയാവുകയാണ്. മറ്റൊരു പുതിയ വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം. അപ്പോൾ ശരിക്കും ഡിപ്രഷൻ എന്നുള്ള ഈ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ശരിക്കും 2005 മുതൽ 2015 വരെയുള്ള ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തു നോക്കിയാൽ 2005 നിന്നും 2015 18% ഇൻക്രീസ് ആയിട്ടുള്ളത്. ഈ ഡിപ്രഷൻ എന്ന് പറയുന്ന രോഗം ഒരു അവസ്ഥ. അത് 5-ൽ ഒരാൾക്ക് ഒരു ഡിപ്രഷനുള്ള ടെൻഡൻസി ഉണ്ട് എന്നുള്ളതാണ്. ലോകത്തെമ്പാടുമുള്ള 5-ൽ ഒരാൾക്ക് ഡിപ്രഷനുള്ള ടെൻഡൻസി ഉണ്ട് എന്നുള്ളതാണ് സർവേസ്. നമ്മൾ ഓരോരുത്തരും അതിൽ നിന്ന് വിമുക്തരല്ല. ആർക്ക് വേണമെങ്കിലും വരാം. അത് ഇപ്പോൾ സാധാരണ വളരെ റെഗുലർ ആയിട്ടുള്ള ലൈഫ് ലീഡ് ചെയ്യുന്ന ഒരാൾക്ക് നമ്മൾ ഒരു കാര്യത്തിൽ നമ്മൾ ഒത്തിരി അധികം പ്രതീക്ഷ അർപ്പിക്കുന്നു, എന്നിട്ട് അത് നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ
ഇപ്പോഴത്തെ കാലത്ത് ഡിപ്രഷൻ വരാനുള്ള സാധ്യത കൂടുതലും കൂടിയാണ്. കാരണം കൂടുതലും ന്യൂക്ലിയർ ഫാമിലിയിൽ ജീവിക്കുന്ന കുട്ടികൾ അവർക്ക് ആഗ്രഹിക്കുന്നത് കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഏതെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ നേരിടാനുള്ള ഒരു ധൈര്യം ഇല്ലാതാവും. നമ്മുടെ ആൾക്കാരൊന്നും റിയൽ അല്ല, നമുക്കെല്ലാം വാട്സാപ്പിലെ എല്ലാം വിർച്വൽ ആണ്. അതെ, നമ്മുടെ മുന്നിൽ നമ്മളൊന്ന് സ്പർശിച്ച് നമ്മളൊന്ന് ശരിയാക്കാൻ അല്ലെങ്കിൽ സംസാരിച്ച് നേരാക്കാൻ. അതുപോലെ ഫ്ലാറ്റുകളിൽ ജീവിക്കുന്നവർ അവർക്ക് അപ്പുറത്തും ഇപ്പുറത്തുള്ളവരായിട്ടൊന്നും ഒരു ബന്ധം പോലും ഇല്ല. നമ്മളെ എന്തെങ്കിലും ആ ഒരു അതിന്റെ റെഗുലർ ഡിഗ്രിയെക്കാട്ടിലും കൂടുതൽ അലട്ടുന്നുണ്ടെങ്കിൽ അത് നമ്മൾ അതിനെക്കുറിച്ച് ആരോടെങ്കിലും സംസാരിക്കണം. പങ്കുവയ്ക്കുക. അത് തന്നെയാണ് ഈ വർഷത്തെ തീമും, ഡിപ്രഷൻ ലെറ്റ്സ് ടോക്ക്. നമുക്ക് സംസാരിക്കണം അതിനെപ്പറ്റി എന്നുള്ളതാണ്. അപ്പോൾ സംസാരിക്കും, എല്ലാവരും മുന്നോട്ട് ഇറങ്ങി മനസ്സ് തുറന്ന് സംസാരിക്കാൻ കഴിയട്ടെ, പരമാവധി സന്തോഷത്തോടെ ഇരിക്കുക. അതെ അതെ, അതാണ് നമുക്കും നിങ്ങൾക്കുള്ള മെസ്സേജ്. അപ്പോൾ വി ആർ വിഷിംഗ് യു എ വെരി ഹാപ്പി വേൾഡ് ഹെൽത്ത് ഡേ And we are signing off. See you in the next episode. Bye bye.